അതുപോലെ തന്നെ ക്രിസ്തുരാജ ആശ്രമ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണ്. കാരണം സഭയുടെ സമ്പത്ത് എന്ന് പറയുന്നത് അൽമായനാണ്. തിരിച്ചു കരങ്ങളോടുകൂടി ദൈവസന്നിധിയിലേക്ക് സഭയ്ക്കായി പ്രാർത്ഥിക്കുന്ന അൽമായനാണ് യഥാർത്ഥത്തിലുള്ള സഭയുടെ സമ്പത്ത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ എറണാകുളം രൂപതയിൽ അതല്ലെങ്കിൽ ക്രിസ്തുരാജ ആശ്രമ ഇടവകയിൽ ആദ്യമായിട്ട് ഒരു അൽമായ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഒരു ഭവനത്തിന് ഇവിടെ വെഞ്ചരിപ്പ് കർമ്മം നടത്തുമ്പോൾ സഭ സന്തോഷിക്കുകയാണ്, അതിരൂപത സന്തോഷിക്കുകയാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് അതിനായിട്ട് ദൈവം തിരഞ്ഞെടുത്ത ഈ ഇടവക ഗ്രേസ് ഹോമിനോടൊപ്പം സന്തോഷിക്കുകയാണ്. അടയാളത്താൽ മുദ്രിതരാകുന്ന ഗ്രേസ് ഹോം പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. എല്ലാവിധ പൈശാചിക തന്ത്രങ്ങളിലും നിന്ന് ഈ ഭവനവും ഇത് വസിക്കുന്നവരും വിമോചിതരും സുരക്ഷിതരുമാകട്ടെ. ആമേൻ. God the Father of heaven, have mercy on us. God the Son, Redeemer of the world, രണ്ട് മക്കബായരുടെ പുസ്തകം 14-ാം അധ്യായം 36-ാം തിരുലിഖിതം. സർവ പരിശുദ്ധിയുടെയും ഉടയവനായ കർത്താവേ, ഈയിടെ ശുദ്ധീകരണം കഴിഞ്ഞ ഈ ആലയത്തെ എന്നേക്കും അവിടുത്തെ പരിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കണമേ. ഗ്രേസ് ഹോമിനെ ആശീർവദിച്ച നല്ലവനായ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഈ ചാപ്പൽ പരിശുദ്ധ ത്രിത്വത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായ ചാപ്പലാണ്. പിതാവായ ദൈവത്തെയും പുത്രനായ യേശുവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് ആരാധിക്കാം. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ ആഗ്രഹങ്ങളോ പ്രയത്നങ്ങളോ അല്ല, മറിച്ച് അവിടുത്തെ ദയയും കരുണയുമാണ് സകലത്തിൻ്റെയും അടിസ്ഥാനം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17:10 കൽപ്പിച്ചത് ചെയ്തതിനു ശേഷം പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് നാം ഓരോരുത്തരും. ദൈവം കൽപ്പിച്ചത് ചെയ്യുവാൻ വിളിക്കപ്പെട്ടവർ മാത്രം. നന്ദിയോടെ ഈ ദൈവിക ദാനങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ദാനമാണ് ഗ്രേസ് ഹോം എന്ന് ഞങ്ങൾ അറിയുന്നു. ഇതിലൂടെ അങ്ങ് ആഗ്രഹിക്കുന്ന എല്ലാ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാ ആത്മീയ ശുശ്രൂഷകളും വരും കാലങ്ങളിൽ അനേകം മനുഷ്യർക്ക്, അനേക ആത്മാക്കൾക്ക് പ്രയോജനമാകുവാൻ കർത്താവേ, അങ്ങിപ്പോൾ തന്നെ ഈ ആലയത്തിൻ്റെ മുകളിൽ അങ്ങയുടെ കരം ഉയർത്തണമേ. അങ്ങയുടെ സാന്നിധ്യം അയക്കണമേ കർത്താവേ. അങ്ങയുടെ ദാനത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഗ്രേസ് ഹോം ഒരു വലിയ അത്ഭുതമാണ്. ദൈവം നൽകിയ ഈ നല്ല ദിനത്തിൽ, the day of independence and the day of our Mother's Assumption, this is the greatest gift that we can ever expect for, dream about. This beautiful home, the beauty of it is the seat of grace. കൃപയുടെ ഉറവയാണിത്. കൃപയുടെ നിറവുള്ള ഇടമാക്കി അഭിമന്യ പിതാവ് ഇതിനെ ആശീർവദിച്ചു. ഇനി വറ്റാത്ത ഒരു ഉറവയായി ഇതിനെ കാത്തു സൂക്ഷിക്കാൻ നാം എല്ലാവരും ഇവിടെ ഉണ്ടാകും. അതാണ് നമ്മുടെ സാന്നിധ്യം.
ജസ്സയുടെ 8 മക്കളിൽ 7 പേരെക്കാൾ ശ്രേഷ്ഠനല്ല എന്ന് ജസ്സ കണ്ട ദാവീദായിരുന്നു ബ്രദർ പ്രിൻസ്. പക്ഷെ സാമുവേലിൻ്റെ കണ്ണിലൂടെ ദൈവം കണ്ടത് പ്രിൻസിനെ ആയിരുന്നു. ഇന്ന് എല്ലാ രാജ്യങ്ങളിലും നല്ല പ്രാർത്ഥനാ കമ്മ്യൂണിറ്റികൾക്ക് ഫോം കൊടുക്കാൻ, ഒരുമിച്ച് ചേർക്കാൻ ബ്രദർ പ്രിൻസിനെ ദൈവം ഉപയോഗിക്കുന്നു. എന്തുമാത്രം മനോഹരമാണ്, എന്തുമാത്രം നമ്മളെ കൊതിപ്പിക്കുന്നതാണ്. ഇത് ആരംഭിച്ചത് ഒരു ശൂന്യതയിൽ നിന്നാണ്. ഇതിൻ്റെ അവസാനം ഇപ്പോഴും ഒരു സീറോയിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ പരിപാലന മാത്രമാണ് ഓരോ ദിവസവും ഓരോ ആഴ്ചയും ഇത് വഴി നടത്തപ്പെടുന്നത്. ആദ്യകാലം മുതൽ ദൈവത്തിൻ്റെ പരിപാലന ഇല്ലാതെ ഒരു ദിവസം പോലും ഇത് മുന്നോട്ട് പോയിട്ടില്ല. ഇത് ആരംഭിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുകയാണ്, ആന്തരികമായിട്ടുള്ള ഈ പ്രചോദനം വർഷങ്ങളായിട്ടുണ്ട്. പക്ഷെ മനസ്സിൽ ഒരു നിധി പോലെ കാത്തു സൂക്ഷിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു സ്വപ്നത്തെക്കുറിച്ച് പങ്കുവെച്ചത്. 2021 മെയ് മാസത്തിൽ പരിശുദ്ധ അമ്മയോട് ഇപ്രകാരം ഞാൻ ഒരു ആശയവിനിമയം പ്രാർത്ഥനയിലൂടെ നടത്തി. അമ്മേ, ദൈവത്തിൻ്റെ ഹിതമാണ് ഗ്രേസ് ഹോം എന്നുള്ള ഈ ഒരു ആശയം, അല്ലെങ്കിൽ ഈ ഒരു ആത്മീയ പ്രചോദനമെങ്കിൽ ഈ മെയ് 31-ാം തീയതിക്ക് മുൻപായി ഇതിനാവശ്യമായൊരു സ്ഥലം ഒരുക്കി തരണം. മെയ് മാസം 20 25 28 29 പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഞാൻ ഏലിയ കിറിയത്ത് അരുവിയുടെ അടുത്ത് കാത്ത് നിന്നതുപോലെ, വിശപ്പ് അകറ്റാൻ ഭക്ഷണത്തിനായിട്ട് കാത്തു നിന്നതുപോലെ കാത്തിരുന്ന് ദൈവത്തിൽ നിന്നും എന്തെങ്കിലും ഒരു ഉത്തരം ലഭിക്കാൻ. പ്രത്യേകിച്ച് മറുപടികളൊന്നുമില്ല. എന്നാൽ 31-ാം തീയതി അവസാന ദിവസം ഒരു മറുപടി ലഭിച്ചു. കൃത്യമായ ഈ ഇടം ദൈവം പരിശുദ്ധ അമ്മ വഴി നമുക്ക് നൽകുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് ഒരു അടയാളമായിട്ട് കണ്ടു. അതുകൊണ്ടാണ് ഇതൊരു കൃപയുടെ ഭവനമായി. കൃപ ഈശോയാണെങ്കിൽ ഈശോ വസിക്കുന്ന ഭവനം പരിശുദ്ധ മറിയമാണല്ലോ. അതുകൊണ്ടാണ് ഒരു വലിയ ഗ്രോട്ടോ ഇതിൽ തന്നെ സ്ഥാപിക്കാനായിട്ടിടയായത്. അപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് കൂടെ, അമ്മയുടെ വിമലഹൃദയത്തിന് കൂടെ ഈ ആലയം പ്രതിഷ്ഠിതമാണ്. അമ്മയാണ് അമ്മയുടെ മധ്യസ്ഥമാണ്. ആ 31-ാം തീയതി പ്രഭാതത്തിൽ വിശുദ്ധ ബലി അർപ്പണത്തിന് ശേഷം ഈ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുക്കാനായിട്ട് വെറും 2000 രൂപ, അത് മാത്രമേ കയ്യിലുള്ളൂ. മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ ശൂന്യതയാണ്. ചെറിയ ലില്ലി പുഷ്പങ്ങൾക്കും വലിയ റോസാ പുഷ്പങ്ങൾക്കിടയിൽ ആ തോട്ടത്തിൽ ചെറിയ ലില്ലിപ്പൂക്കൾക്കും ഒരു ഇടമുണ്ട്. അതാണ് വിശുദ്ധ കൊച്ചുത്രേസ്യ പ്രാർത്ഥിച്ചത്. കൊച്ചുത്രേസ്യയും സൂര്യകിരണങ്ങൾ ഏറ്റാണ് ആ ലില്ലി പുഷ്പത്തെ പോലെ, ആ ലില്ലി പുഷ്പം ആ സൂര്യകിരണത്തിൽ വളരുന്നത് പോലെ കൊച്ചുത്രേസ്യയും ആ ദൈവിക കിരണത്തിലാണ് വളർന്നു വന്നത്. അപ്പോൾ വലിയ റോസാ പൂക്കളുടെ തോട്ടങ്ങളുടെ ഇടയിലും ചെറിയ ലില്ലി പുഷ്പങ്ങൾക്കും ഒരു സ്ഥാനമുണ്ട്. അവർക്കും വേണമെങ്കിൽ ദൈവത്തെ നോക്കി ദൈവത്തിൻ്റെ ചൈതന്യവും കൃപയും ഉൾക്കൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ മറ്റെല്ലാ വിശുദ്ധരുടെയും കരങ്ങൾ പിടിച്ച് അവരുടെ മുകളിലേക്ക് എത്താൻ കൊച്ചുത്രേസ്യയ്ക്ക് അന്ന് സാധിച്ചു. നമുക്കും ഒരു ലില്ലി പുഷ്പത്തിന് വളരാൻ ഈ 22 സെന്റ് ഭൂമി ധാരാളം മതിയാകും.